ഇവിടെ ഈ വഴിയരികിൽ മൊത്തം ഈ ഒരു ചെടിയാണ് കേട്ടോ. സാധനം എന്താണെന്ന് മനസ്സിലായില്ലേ? ഫുള്ള് ഇതേപോലെ റോഡ് സൈഡ് മൊത്തം ഈ ഒരു ചെടി മാത്രമാണ് ഇവിടെ ഉള്ളത്. 5000 വർഷം മുമ്പ് പാണ്ഡവർ വന്ന് ഒളിവി കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമാണ് ഇത്. നോക്ക്, മനുഷ്യര് പാറ തുളച്ച് അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയേക്കണ ഒരു സംഭവം. ഇതിപ്പോ ഇന്ന് ചെറിയൊരു അമ്പലം പോലെയൊക്കെ ആയി മാറി ഇവിടെ. ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരാണ് കേട്ടോ ഇവിടെ പ്രാർത്ഥിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ അധികം അറിയപ്പെടാത്തൊരു സ്പോട്ടാണ് എങ്കിൽ ഈ ഒരു ഏരിയയിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. രവി നദി എന്നാണ് ഈ ഒരു നദീനെ പറയുന്നത്. പച്ച കളറിലാണ് കേട്ടോ ഈ ഒരു വെള്ളത്തിന്റെ കളർ. കണ്ടില്ലേ, പച്ച കളറാണ്. പത്താംകോട്ടിൽ നിന്ന് നമ്മൾ കാശ്മീരിലേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് ടണലുകൾ കാണാൻ പറ്റും. ഈ ഒരു ടണലിന്റെ അകത്ത് കയറിയിട്ടാണ് ഞാൻ ശരിക്കും പേടിച്ചു പോയത്. കേരളത്തിൽ നിന്ന് തുടങ്ങിയ റൈഡ് ഇപ്പൊ നമ്മളിവിടെ പത്താംകോട്ടിലാണ് എത്തിയേക്കണം. ഇനി ഇവിടുന്ന് 90 കിലോമീറ്ററിനടുത്താണ് ജമ്മുവിലേക്കുള്ളത്. ഒരുപാട് ടണലുകളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. റോഡും കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും മോശമാണ്. കേരളത്തിൽ നിന്ന് അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങി ഞാൻ എത്തിയേക്കുന്ന സ്ഥലം കണ്ടില്ലേ, ഇവിടുത്തെ വെള്ളത്തിനൊക്കെ ഒരു പച്ച കളറാണ് കേട്ടാ. ഓൾ ഇന്ത്യ ബൈക്ക് റൈഡ് ഇന്നപ്പോൾ നമ്മൾ പത്താംകോട്ടന്ന് സ്റ്റാർട്ട് ചെയ്യേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചായ കുടിച്ചിട്ടാണ് ഇന്ന് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. രാവിലെ ഇതാ 2 ചൂടുള്ള റൊട്ടിയും പയർ കറിയാണ് കേട്ടോ നമുക്ക് തന്നേക്കണം. ഇതേപോലുള്ള ചെറിയ ചെറിയ കടകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കിട്ടും. നമ്മൾ കേരളത്തിൽ നിന്ന് തുടങ്ങിയ റൈഡ് ഇപ്പൊ നമ്മളിവിടെ പത്താംകോട്ടിലാണ് എത്തിയേക്കണം. ഇനി ഇവിടുന്ന് 90 കിലോമീറ്ററിനടുത്താണ് ജമ്മുവിലേക്കുള്ളത്. അപ്പോൾ ഇവിടുന്നാണെങ്കിൽ നമ്മൾ ഒരു റിലാക്സ് ആയിട്ടുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. കാരണം ഗുജറാത്ത് താനെ മുതൽ ചൂടായിരുന്നു. ഗുജറാത്ത്, രാജസ്ഥാൻ അവിടെ നിന്നൊക്കെ പെട്ടെന്ന് നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ 2 ദിവസം സ്റ്റേ എടുത്ത്. ഞാൻ സ്റ്റേ എടുത്ത ഈ ഒരു ഹോട്ടലിലായിരുന്നു. ഈ ഒരു സ്ഥലത്ത് റൂമും കാര്യങ്ങളൊന്നും ഒട്ടും വൃത്തിയില്ല. എങ്കിൽ 1500-2000 ആ റേഞ്ചിലൊക്കെയാണ് ഒരു AC റൂമിന്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു ദിവസം AC റൂമിൽ സ്റ്റേ ചെയ്ത് 1200 വരുന്ന ബഡ്ജറ്റ് ഈ ഒരു ഹോട്ടലിൽ. പിന്നെ നോർമൽ AC ഇല്ലാത്ത നോൺ AC റൂമിന് 800 രൂപയാണ് റേഞ്ച്. അപ്പോൾ ഈ പത്താംകോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചുറ്റി തിരിയേണ്ട. ഈ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും നല്ലത്. ഇവിടെയാണ് ഏറ്റവും കുറവ് ബഡ്ജറ്റുള്ളത്. ഞാൻ കുറേ നോക്കിയതാണ്. ഇവിടുന്ന് ഈ പത്താംകോട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറി കിടിലിനൊരു ലൊക്കേഷൻ ഉണ്ട്. എല്ലാവരും മിസ് ചെയ്യണ ഒരു കിടിലൻ ലൊക്കേഷനാണത്. ആ ഒരു റൂട്ടിൽ കയറിയിട്ടാണ് നമ്മൾ നേരെ ജമ്മുവിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. കിടിലിനൊരു സ്പോട്ടാണ്. എന്തായാലും അവിടെ നിന്ന് പോയി നോക്കാം. ഇവിടെ എല്ലാം ഫുള്ള് ഈ ഒരു ചെടിയാണ് കേട്ടോ. ഫുള്ള് എല്ലാ സ്ഥലത്തും ഈ ഒരു ചെടിയാണ്. എവിടെ പോയാലും ഹരിയാന കഴിഞ്ഞപ്പോൾ മുതൽ നമ്മളിപ്പോൾ ഇവിടെ പത്താംകോട്ട് വരെ റോഡ് സൈഡിൽ ഫുള്ള് ഈ ഒരു ചെടിയാണ് കേട്ടോ. അപ്പം നമ്മളിവിടെയുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചു നോക്കി. ഇത് സംഭവം ബാങ്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണ ചെടിയാണെന്നാണ് പറഞ്ഞത്. സാധനം എന്താണെന്ന് ഞാൻ എടുത്തു പറയാനില്ല, കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ അടുത്തുനിന്ന് കാണിക്കാത്തത് ഇത് യൂട്യൂബിൽ ഇത് വയലേഷനാണ് ഈ സാധനം കാണിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതിട്ടാ. റോഡിൻ്റെ ഇരുവശങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ കമ്മ്യൂണിസ്റ്റ് വെച്ചേം പുല്ലൊക്കെ റോഡ് സൈഡിൽ പിടിച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ ഈ സാധനം. കണ്ടില്ലേ, റൈറ്റും ലെഫ്റ്റും ഉള്ളത് ഫുള്ളി ഒരു സാധനം തന്നെ, ഫുള്ളി ഒരു ചെടിയാണ്. പക്ഷേ ഇത് പല തരത്തിലുള്ള ഇനത്തിലുണ്ട്. ഇത് ശരിക്കും ബാങ്ക് ഉണ്ടാക്കാൻ മാത്രം യൂസ് ചെയ്യണതാണെന്നാണ് ഇവരെൻ്റെ അടുത്ത് പറഞ്ഞത്. എങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. ഈ പത്താംകോട്ടിലെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ പഞ്ചാബിൻ്റെ ഇങ്ങേ അറ്റം നമ്മളെത്തി. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 കിലോമീറ്ററിനടുത്ത് പോയി കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീർ നമ്മൾ കയറാനായി ബോർഡറായി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ചൂടൊന്നുമില്ല. നമുക്ക് പകലൊക്കെ ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ. 5000 വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡവർ വന്ന് ഒളിവി കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ പാറ തുരന്ന് ഒരു ഗുഹ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഗുഹ കാണാനായിട്ടാണ് നമ്മൾ പോകണം. പലരും ഈ ഒരു റൂട്ടിലേക്കൊന്നും പലരും ഓൾ ഇന്ത്യ അടിക്കുന്നവർ കയറി വരാറില്ല. ഇത് കുറച്ച് ഉള്ളേരിയാണ്. അപ്പോൾ വെറുതെ എന്തായാലും നമ്മൾ ഈ വഴി പോയാണല്ലോ, അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച്. പഞ്ചാബിലെ കാലാവസ്ഥ ഏകദേശം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയൊക്കെ പോലെ തന്നെയാണ്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചൂട് കൂടുതലുണ്ട്. എങ്കിലും വലിയ ചൂടില്ലാത്ത ഒരു റിലാക്സ് ആയിട്ടുള്ള, ഏകദേശം മഹാരാഷ്ട്ര കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതേപോലെ ഒരു ക്ലൈമറ്റ് കിട്ടുന്നത്. ബാക്കിയുള്ള ഒരു സ്ഥലങ്ങളിൽ നമുക്ക് പകൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതാണ് കൂടുതലും വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങോട്ട് വീഡിയോ ഒക്കെ കറക്റ്റായിട്ടുണ്ടാവും. അവിടുത്തെ ചൂട് കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിപാടി നടക്കാത്ത അവസ്ഥയായിരുന്നു. ഫോണൊന്നും ചാർജ് ആവണില്ല. ഇവിടെ എത്തിയപ്പോൾ എല്ലാം ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നേരെ നമ്മൾ പിടിക്കാൻ പോകണം നേരെ ശ്രീനഗറിലേക്കാണ്. ഒറ്റ വിടൽ ശ്രീനഗറാണ് ഇന്നത്തെ പരിപാടി. ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. അധികം ആൾക്കാരൊന്നും വരാത്ത സ്ഥലമാണെന്ന് ഓർത്ത് ഞാൻ ഒറ്റക്കായിരിക്കും ഓർത്ത് പേടിച്ചാവുന്നത്. ഇവിടെ വണ്ടികൾ നിറച്ച് വണ്ടിയുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നിറച്ച ആൾക്കാരാണ്. എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നറിയില്ല. തിരക്കില്ലാത്തൊരു സ്ഥലം എന്ന് ഓർത്താണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ ഇപ്പം നിറച്ച് വണ്ടിയാണ് കേട്ടോ. ആണ് പഞ്ചാബിലെ രവി നദി. പച്ച കളറാണ് കേട്ടോ ഈ നദിയുടെ കളർ. ഈ ഒരു നദിയുടെ താഴത്ത് പാറയുടെ ഇടുക്കിലാണ് 5000 വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡവർ തുറന്ന് ഒരു ഗുഹയുണ്ടാക്കി ഒളിവി കഴിഞ്ഞെന്നൊക്കെ പറയണം. ഇതിപ്പോൾ ഒരു ചെറിയൊരു അമ്പലം പോലെയൊക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഡെവലപ്പായി വന്നൊരു ഏരിയയാണ് കേട്ടോ ഇതിന്.
ഹിന്ദിയിലെന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദി വായിക്കാൻ അറിയാത്തതുകൊണ്ട് അറിയില്ല കേട്ടോ. അറിയാവുന്നത് എന്താ സംഭവം എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഈ ഗുഹക്കുള്ളിലേക്ക് നമ്മൾ കുനിഞ്ഞ് വേണം കയറാനായിട്ട്. അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ ഈ ഏരിയയിലൊക്കെ. പല കുനിഞ്ഞേ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ തുറന്നുണ്ടാക്കിയ ഗുഹയാണ് കാണാൻ പറ്റുന്നത്. ഒരു സാധാരണ രീതിയിൽ ഇതിലൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ. ഈ ഒരു സിസ്റ്റത്തിന് ഉള്ളിൽ ഒരു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുപോലെ തന്നെ കണ്ടതാണ് മറ്റൊരു ഗുഹ. ഇവിടെയൊക്കെ ഒരുപാട് രൂപമാറ്റങ്ങളൊക്കെ ഇവർ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പഴയ കാലഘട്ടത്തിൽ ചെയ്തതായിരിക്കില്ല. ഇതൊക്കെ ഈ അടുത്ത് ചെയ്ത പോലെയാണ് നമുക്കിത് കണ്ടിട്ട് തോന്നുന്നത്. ഗുഹ ചിലപ്പോൾ 5000 വർഷങ്ങൾക്ക് മുമ്പ് തുറന്ന ഗുഹയായിരിക്കാം. പക്ഷെ ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇവർ വരുത്തിയിട്ടുണ്ട്. आगे आ जाओ पहले आप बना लीजिए आप नहीं करेंगे आप भी कोई बात नहीं हां जी ജാക്കറ്റും റൈഡിംഗ് പാൻറ്റും ഹൈഡ്രേഷൻ ബാഗും ബൂട്ടൊക്കെ ഇട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇതൊക്കെ ഇട്ട് ഈ കുത്തനെയുള്ള സ്റ്റെപ്പ് മൊത്തം നടന്ന് കയറണം. നല്ല കയറ്റം ഉണ്ട് കേട്ടോ മേളിലേക്ക്. പഞ്ചാബ് കയറിയപ്പോൾ പല സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ ഇവർ വെള്ളവും ഫുഡൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറേ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടി. കറക്റ്റ് സമയത്തായിരിക്കും ഇവരിങ്ങനെ കറക്റ്റ് വെള്ളമൊക്കെ ആയിട്ട് റോഡ് സൈഡിൽ നിൽക്കുന്നത്. നമ്മളെ കൈ കാണിക്കും. ഓൾ ഇന്ത്യ ട്രിപ്പിൽ എനിക്ക് ബാഡായിട്ട് തോന്നിയ സ്ഥലങ്ങൾ ശരിക്കും മുംബൈ വരെയൊക്കെ കിടിലിനായിരുന്നു. താനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചൂടങ്ങ് കൂടാൻ തുടങ്ങി. ഒരു രക്ഷയില്ല. ഈ സമ്മറിൽ വരാനിരിക്കുന്നവർ അറിയേണ്ട കാര്യം കേട്ടോ. ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന ഇതൊക്കെ ഹെവി ചൂടുള്ള സ്ഥലങ്ങളാണ്. നമ്മളിതൊക്കെ മാക്സിമം സ്കിപ്പ് ചെയ്യണം നല്ലത്. ആ ഒരു റൂട്ടിലൂടെ നിങ്ങൾ വരാൻ നേരം കഴിവതും നൈറ്റ് റൈഡ് ചെയ്യുക. 3-4 പേര് ഉണ്ടെങ്കിൽ ഇട്ടാ. എന്നിട്ട് ബാക്കി പകൽ ഫുള്ള് റൂമെടുത്ത് റൂമിൽ കിടന്ന് ഉറങ്ങുക. AC റൂമില്ലാതെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും നമുക്ക് നിൽക്കാൻ പോലും പറ്റൂല. ഞാനിതാ പഞ്ചാബിൽ നിന്ന് നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് കയറിയാണ് കേട്ടോ. നമ്മുടെ ഇത് ബോർഡർ ഏരിയയാണ്. ഇനി ഇവിടുന്ന് നമ്മുടെ സിമ്മൊന്നും വർക്ക് ചെയ്യില്ല. എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ അടുത്ത സിം എടുത്താലേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലും മാപ്പും കാര്യങ്ങളും കോളും കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യണ സിം വേണം. അപ്പോൾ ഇനി ഈ ഏരിയയിൽ ഒരുപാട് സിം കടകളുണ്ടാവും. ഇവിടുന്ന് എവിടെന്നെങ്കിലും എയർടെലിൻ്റെ സിം എടുത്തോളാനാണ് ഇതിനു മുമ്പ് പോയി വന്നവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ജിയോക്ക് പല സ്ഥലങ്ങളിലും റേഞ്ച് ഇല്ലെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ എവിടെന്നെങ്കിലും സിമ്മുള്ളൊരു കട കണ്ടുപിടിച്ചിട്ട് സിം എടുക്കണം. എന്നിട്ട് വേണം ഇനി ഇവിടുന്ന് പോകാനായിട്ട്. ആയതുകൊണ്ട് തന്നെ സിം കടകളിലൊക്കെ നല്ല തിരക്കുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഞാൻ ജിയോൻ്റെ സിം എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ വിടാൻ പോയി. പെട്ടെന്ന് തന്നെ വലിയ താമസമൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ സിം കിട്ടി. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ആക്റ്റീവായി. സിം ആക്റ്റീവായതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇവിടുന്ന് പോകാവുള്ളൂ സിം എടുക്കണവർ. ജമ്മു ആൻഡ് കാശ്മീർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും റോഡ് സീനാണ്. പിന്നെ ചുരവും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. റോഡ് പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. പലരും ടയർ ലഡാക്ക് റൈഡിന് വേണ്ടി ടയർ പലരും ശ്രീനഗറിലെത്തിയിട്ട് മാറ്റാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പോകുന്നു. ശരിക്കും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ടയർ മാറ്റാനുണ്ടെങ്കിൽ പത്താംകോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ടയറൊക്കെ മാറ്റാൻ പറ്റും. അവിടുന്ന് ടയറൊക്കെ മാറ്റിയിട്ട് തന്നെ ഈ ഒരു റൂട്ടിൽ ടയറൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ നിങ്ങൾ പെടും. കടകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പഞ്ചർ ഒട്ടിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു റോഡ് വളരെ സീനാണ്. ഇപ്പം പല സ്ഥലങ്ങളിലും പൊളിഞ്ഞ റോഡാണ്. കേരളത്തിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു റൈഡിൽ മോശം റോഡുകൾ നമുക്ക് വളരെ കുറവാണ്. കിട്ടിയിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും കർണാടകയിലെയും ആന്ധ്രയിലെയും എല്ലാ സ്ഥലത്തെയും റോഡുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കിടിലൻ റോഡുകളായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ റോഡുകളുടെ സ്ഥിതിയൊക്കെ മാറിയിട്ടാണ്. ഇനി അങ്ങോട്ട് നോക്കണ്ട. ഇനി നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിലെ റോഡൊക്കെ ഇതേപോലെയൊക്കെ തന്നെ ഇരിക്കും എല്ലായിടത്തും. റോഡൊന്നും മര്യാദക്ക് കിട്ടൂല. കുറച്ച് നമ്മളീ പോണ റൂട്ടിൽ കുറച്ച് ഹൈവേ ഒക്കെ നമുക്ക് മുമ്പിൽ കിട്ടും മാപ്പിൽ നോക്കിയപ്പോൾ. പക്ഷേ എങ്കിലും
നല്ല റോഡുകൾ ഇനി വളരെ കുറവായിരിക്കും. പതിയെ നമ്മൾ ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് ഓടിച്ചു വന്ന പോലെ ഒരു ദിവസം 600, 700, 800 കിലോമീറ്റർ ഒന്നും നമുക്ക് ഇനി അങ്ങോട്ട് ഓടിക്കാൻ പറ്റില്ല. ഇനി മാക്സിമം ഒരു 200, 250 കിലോമീറ്റർ ഒക്കെ ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാവും. അതുപോലെ തന്നെ ഒരുപാട് ടണലുകളും ചെറിയ ചെറിയ ടണലുകളും വലിയ വലിയ ടണലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ LGPൻ്റെ മിനി ഫോഗ് ലാമ്പാട്ടോ. ഇതിൻ്റെ ലൈറ്റിൻ്റെ പവർ നോക്കിക്കോ, അത്യാവശ്യം. പക്ഷേ ഇത് പോരാ ശരിക്കും ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഹൈവേയിലൊക്കെ വരുമ്പോൾ ഈ ഒരു LGPയുടെ മിനി ഫോഗ് ലാമ്പ് ലോങ് റൈഡിന് പോരാന്ന് എനിക്ക് തോന്നുന്നു. രാത്രിയൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ കുറേ ആൾക്കാരും ഇതേപോലെ വലിയ വണ്ടിയിലൊക്കെ ഹെവി ഫോഗ് ലാമ്പ് വെച്ചാണ് പോണത്. അത് വെച്ച് നമ്മുടെ മുഖത്തേക്ക് ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒന്നും കാണാൻ പറ്റില്ല. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് മുടക്കി നല്ലൊരു ലൈറ്റിങ്ങൾ വാങ്ങി വെക്കണം വണ്ടിയുടെ ഫ്രണ്ടിൽ. സമയം 7 മണിയായിട്ടാണ്. ഇവിടെ 7 മണിയായിട്ടും ഇരുട്ടിയിട്ടൊന്നുമില്ല, ഇരുട്ടി തുടങ്ങണമുള്ളൂ ഇവിടെ. അങ്ങനെ ഇതാ നമ്മൾ കുറേ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കിടിലം ബ്ലോക്ക് കിട്ടി. ഇത് ജമ്മു കാശ്മീരിലുള്ള ഒരു പോലീസുകാരനാണ് കേട്ടോ. പുള്ളി ജമ്മു കാശ്മീർ പോലീസിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ബ്ലോക്കിൽ പെട്ടിട്ട് 1 മണിക്കൂറോളം ഇവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയായിരുന്നു. പുള്ളി പറഞ്ഞ് ഇവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല, പോകാൻ പറ്റില്ല. 9 കിലോമീറ്റർ ഈ ബ്ലോക്ക് ഇങ്ങനെ കിടക്കുന്നു. ഫ്രണ്ടിലൊരു ലോറി മറിഞ്ഞിട്ട് റോഡ് ബ്ലോക്കാണെന്നാണ് പറഞ്ഞത്. JCB വന്ന് ലോറി മാറ്റാതെ ആർക്കും പോകാൻ പറ്റില്ല. ബൈക്ക് കയറി പോകാൻ പറ്റും. പുള്ളി മാക്സിമം ബ്ലോക്ക് ഒഴിവാക്കി തന്നു വിടിയാട്ടോ. പുള്ളിയുടെ വണ്ടി ബാക്കിലാട്ടോ. പക്ഷേ ഇയാൾ നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ടിൽ ഓടി ആരെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അയാളൊക്കെ മാറ്റി മാക്സിമം സപ്പോർട്ടായിട്ടുള്ള ഒരു മനുഷ്യനാട്ടോ അയാൾ. അങ്ങനെ കുറേ ഓടി വന്നപ്പോഴാണ് നമ്മൾ സംഭവം കണ്ടത്. ഏറ്റവും ഫ്രണ്ടിൽ ഏകദേശം ഒരു 7 കിലോമീറ്ററോളം ഞാൻ ഓടി വന്നു. ഇപ്പോൾ അവിടുന്ന് അതിൻ്റെ ഫ്രണ്ടിലാണ് ഈ ലോറി മറിഞ്ഞ് അവിടെ കിടക്കുന്നത്. ഇനി ഇവിടുന്ന് റോങ് സൈഡ് കയറി വേണം നമുക്ക് പോകാൻ. റോങ് സൈഡ് കയറി പൊക്കോളാനായിട്ട് അവിടെ നിന്ന ആൾക്കാരൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും കയറി വിടുക. കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അത് ഇപ്പോഴൊന്നും മാറ്റുമെന്ന് തോന്നല്ല. ആ ലോറി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി മാറ്റിയിടാനൊരു സ്ഥലം വേണം. എങ്കിൽ ഈ കണ്ട വണ്ടിക്ക് മൊത്തം ഈ വഴി കയറി പോകാൻ പറ്റുള്ളൂ. ഈ ഒരു റൂട്ടിലെ പ്രധാന പ്രശ്നമാണ് ഇതേപോലെ ബ്ലോക്കും കാര്യങ്ങളും, വണ്ടി ചരക്ക് വാഹനങ്ങളും മറിയലും പിടിക്കലൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ട്. ഈ ഒരു റൂട്ടിൽ ബ്ലോക്ക് മെയിനായിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ബൈക്കിനായതുകൊണ്ട് രക്ഷപ്പെട്ട്. ടണൽ കണ്ട ഏകദേശം 10 മിനിറ്റോളം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ റൈഡ് ചെയ്യണം. അത്രയും ദൂരമുണ്ട്. ഇത്രയും വലിയൊരു ടണൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അത്യാവശ്യം നല്ല ഹെവി ടണലാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ മാറും. നമ്മളിതിൻ്റെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ടണ പോലത്തെ ഒരു ഫീലായിരിക്കും. ഒരുപാട് സംവിധാനങ്ങൾ, നമുക്ക് എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങളൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇൻ്റർകോമും സംവിധാനങ്ങളൊക്കെ ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്പീഡിൽ നമ്മൾ പോകാൻ പാടില്ല, ഹോൺ അടിക്കാൻ പാടില്ല. അങ്ങോട്ട് ഫുള്ള് ഇതേപോലെ ടണലുകളായിരിക്കും. ഇഷ്ടം പോലെ ടണലുകളുണ്ടാവും. ഇത് നമ്മുടെ റൈഡ് ഇന്ന് രാത്രി ഇനിയിപ്പോൾ നമ്മൾ ശ്രീനഗർ എത്തൂല. എവിടെയെങ്കിലും ടെൻ്റ് അടിക്കേണ്ടി വരിക അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂം എടുക്കേണ്ടി വരിക ചെയ്യണം. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചുരമൊക്കെ കയറിയെങ്കിലും വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. നോർമലി ഉള്ളൊരു കാലാവസ്ഥ. തണുപ്പൊന്നും ഉണ്ടോ എന്ന് വെച്ചാൽ ചെറിയൊരു കൂളിങ്. തണുപ്പൊന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം സ്പീഡിൽ ഓടിക്കാനും പറ്റില്ല. ഒരു മിനിമം സ്പീഡിൽ 50 ഇതിനകത്തുകൂടി നമുക്ക് പോകാൻ പറ്റുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ക്യാമറ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഫൈനും കിട്ടും. ആദ്യമായിട്ടായതുകൊണ്ട് പിന്നെ നമ്മൾ ഒരു ഉറങ്ങിപ്പോണ ഒരു ഫീലാണ് ശരിക്കും ഇതിൻ്റെ അകത്തേക്ക് എത്തുമ്പോൾ. ലൈറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് മൊത്തത്തിൽ മാറിപ്പോകും.
ഫസ്റ്റ് കാശ്മീരിലേക്കൊക്കെ ഒരു റോഡ് ട്രിപ്പ് തന്നെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു ടണലിൻ്റെ അകത്ത് കയറുമ്പോൾ. എത്ര ഓടിച്ചാലും നമ്മൾ തീരാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ചെനാനി നഷ്റി ടണൽ അങ്ങനെ എന്തോ ആണ് ഫസ്റ്റ് കിട്ടിയ ശ്രീനഗറിലേക്കുള്ള റൈഡിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയ വലിയ ടണലാട്ടോ. ചെറുതിൻ്റെ ഇടയിൽ കിട്ടി, ഇത്ര സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷേ ഇത് ഹെവി ടണലാണ് എനിക്ക് കിട്ടിയേക്കണത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടണലാണ് ഉണ്ടായത്. 10 കിലോമീറ്ററാണ് ഈ ഒരു ടണലിൻ്റെ നീളം. ഏകദേശം നമ്മളൊരു 10 മിനിറ്റ് എടുക്കും കറക്റ്റ് ഈ ഒരു ടണൽ ക്രോസ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങാനായിട്ട്. ഈ ഒരു ടണൽ വന്നതുകൊണ്ടാണ് ശരിക്കും കാശ്മീരിലേക്കൊക്കെ ജമ്മുവിലേക്കൊക്കെ ഉള്ള യാത്രകൾ ഒരുപാട് സുഖമായത്. കാരണം നേരത്തെ മഞ്ഞ് വീഴ്ച ഈ മലയിടിച്ചിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ റോഡ് എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും. ആ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് ഇങ്ങനെ ഒരു ടണൽ വന്നത്. ഈ ഒരു ടണൽ വന്നതുകൊണ്ടാണ് നമുക്കൊക്കെ ഇന്ന് ഈസി ആയിട്ട് ഈ വഴി യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ ഒരുപാട് ടണലുകളുണ്ട്. ഈ ഒരു റോഡ് ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ നേരം നിങ്ങൾക്ക് ഒരുപാട് ചുരവും മലയൊക്കെ കയറി ഒരുപാട് ഇതേപോലെ ടണലൊക്കെ കയറിയാണ് നിങ്ങൾ ശ്രീനഗറിലേക്ക് എത്തുന്നത്. വലിയ വീഡിയോ ആയിപ്പോയി. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ നീളം കൂടിയ ടണലാണ്. അപ്പോൾ ഇത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഫുള്ളായിട്ട് കണ്ടോട്ടാ. അപ്പോൾ ഈ ഒരു ടണൽ ക്രോസ് ചെയ്യാൻ നമുക്ക് എത്ര മിനിറ്റ് എടുക്കും എന്നുള്ളത് വീഡിയോൻ്റെ അവസാനം അറിയാൻ പറ്റൂട്ടാ. ഏകദേശം 9.28 സംതിങ് കിലോമീറ്റർ നീളമുള്ള ടണലാണ്. അപ്പോൾ ഈ ഒരു ടണൽ ക്രോസ് ചെയ്യാൻ നമുക്ക് എത്ര മിനിറ്റ് എടുക്കും എന്നുള്ളത് കറക്റ്റ് ഇത് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നോക്കാം.
ഇതാ 9 മിനിറ്റ് 43 സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടണൽ ക്രോസ് ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണലാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് വന്നത്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നേരെ ശ്രീനഗറിലേക്കാണ് പിടിക്കുന്നത്. അപ്പോൾ ശ്രീനഗറിലെത്തിയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇൻസ്റ്റാ 360യുടെ ചാർജൊക്കെ തീരാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് റൈഡേഴ്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കട്ടെ. കേരളത്തിൽ നിന്നല്ല, കർണാടകയിൽ നിന്നാണ് തോന്നുന്നു. KA വണ്ടിയാണല്ല.